രഘു ഈ കെട്ടിടം ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ തകർന്നിട്ടുള്ളത്. ഈ ബാക്കിയുള്ള ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന ഈ വിഭാഗങ്ങൾ അതൊക്കെയും മാറ്റിയിട്ടുണ്ടോ? അവിടെ നിന്ന് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ടോ ആ വാർഡിലൊക്കെ ഉള്ളവരെ? രക്ഷാപ്രവർത്തനമല്ല, ഈ കെട്ടിടം പൊളിഞ്ഞു വീണ കെട്ടിടം പൂർണ്ണാർത്ഥത്തിൽ പൊളിച്ചു മാറ്റാനുള്ള ജോലികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും ഒപ്പം തന്നെ 3 മണ്ണുമാന്തി ചെറിയ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് എത്രത്തോളം അതിൻ്റെ ഒരു ഭീകരത, ആ ഒരു കെട്ടിടം എത്രത്തോളമാണെങ്കിൽ നമ്മൾ ഒരു കുത്തനെയുള്ള ഇറക്കം പോലെ ചരിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് ആ കെട്ടിടം. കാരണം ആ കെട്ടിടം വേഗത്തിൽ തന്നെ പൊളിച്ചു മാറ്റേണ്ടതുണ്ട്. ചുറ്റും രോഗികളുള്ള വാർഡുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് മാത്രമല്ല, പിന്നീടും ഒരു തുടർ അപകടം, കെട്ടിടം പൊളിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് ഈ കെട്ടിടം വേഗത്തിൽ പൊളിച്ചു മാറ്റാനുള്ള ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി ഈ കെട്ടിടത്തിനുള്ളിൽ ആരുമില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മുൻപും ഈ കെട്ടിടത്തിനിടയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊരു ഔദ്യോഗികമായൊരു വിശദീകരണമോ ഒന്നും അറിയിപ്പോ ഔദ്യോഗികമായി നൽകിയിരുന്നില്ല. സ്വാഭാവികമാണ്, മെഡിക്കൽ കോളേജാണ്, നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന സ്ഥലമാണ്. ഒരു വാർഡിലാണെങ്കിൽ പോലും പല ആവശ്യങ്ങൾക്കും, ആഹാരം കഴിക്കാനും അല്ലെങ്കിൽ ബ്ലഡ് പരിശോധിക്കാനും അങ്ങനെ ചികിത്സയുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുമൊക്കെ പുറത്തേക്കൊക്കെ മനുഷ്യർ പോയിട്ടുണ്ടാകും. അതിനിടയിൽ ആർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ റേഞ്ചിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മളെ തന്നെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ ഫോൺ കട്ടായി പോകും. കാരണം അത്രയധികം മനുഷ്യർ വരികയും അത്രയധികം കെട്ടിടങ്ങൾ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായി തന്നെ ഉണ്ടായിരുന്നവരാണ് പരിക്കുകൾ പറ്റിയതായി നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ കെട്ടിടത്തിന് താഴെ മറ്റാരെങ്കിലും, രഘു പറഞ്ഞതുപോലെ ഒരുപാട് തിരക്കുള്ള സ്ഥലമാണ്, പുറത്തേക്കൊക്കെ ഒരുപാട് മനുഷ്യർ വരികയും കൂട്ടിരിപ്പുകാരും സന്ദർശകരും ഒക്കെ വരികയും ചെയ്യുന്ന സമയവും സന്ദർഭവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ താഴെ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആപത്ത് പറ്റിയോ എന്ന കാര്യവും ഉറപ്പിക്കാൻ ഈ ഘട്ടത്തിൽ കഴിയില്ലല്ലോ അല്ലേ? അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും മോട്ടി. കാരണം നമ്മൾ ഈ വീടുകളുടെ നടുമുറ്റം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു നടുമുറ്റമെങ്കിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു സ്ഥലമാണിത്. പക്ഷേ ഈ മുറ്റത്തേക്ക് ഈ കെട്ടിടത്തിനുള്ളിൽ നിന്നുള്ള പ്രവേശന കവാടങ്ങളൊക്കെ വളരെ കുറവാണ്. അതായത് തിരിഞ്ഞാണ്, കെട്ടിടത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ നടുമുറ്റം വരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്ന് തോന്നുന്നു, പൂക്കളും ചെടികളും തെങ്ങും മാവും ഒക്കെ മരങ്ങളും ഒക്കെയുള്ള ഒരു വിശാലമായ നടുമുറ്റമാണ്. അവിടേക്ക് മനുഷ്യർ വന്നിരിക്കാനുള്ളൊരു സാഹചര്യം നിലവിൽ കാണുന്നില്ല. കാരണം ഇതെല്ലാം അടച്ച് വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ മണ്ണുമാന്തി യന്ത്രം അകത്ത് കടത്തിയതും ഒരു മതിൽ പൊളിച്ചാണ്. അങ്ങനെ ആളുകൾ വന്ന് ഇരിക്കാനുള്ളൊരു സാഹചര്യം കുറവുള്ള ഒരു സ്ഥലമാണെന്നാണ്. കാരണം എനിക്ക് ഈ സ്ഥലം അത്ര പരിചയമുള്ള ആളല്ല. നമ്മളിവിടെ നിന്ന് വന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആളുകൾ വന്ന് ഇരിക്കാനുള്ളൊരു ചാൻസ് കുറവായൊരു സ്ഥലമാണ്. എന്തായാലും അങ്ങനെ ഒരു സാധ്യത കൂടി നമുക്കറിയാം. മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാം, ഈ പലപ്പോഴും കൂട്ടിരിപ്പിൽ ഈ വാർഡിനകത്തൊക്കെ ഒരാളെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. പക്ഷേ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ആവശ്യങ്ങൾക്കും പുറത്തേക്കൊക്കെ പോകേണ്ടതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ബന്ധുക്കളൊക്കെ ആയിട്ടാണ് വരുന്നത്. അവരെല്ലാം വിശ്രമിക്കുക ഒരു കോമൺ പോയിന്റിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തണലുകളിലോ തിണ്ണകളിലോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ആളുകൾ വന്ന് വിശ്രമിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല എന്നുള്ളത് കൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു അപകടത്തിൻ്റെ ആഘാതം ഉണ്ടാകാതിരുന്നത്. ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം, ഒരു അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂലും അല്ലെങ്കിൽ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആ കെട്ടിടത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് ഉപയോഗശൂന്യമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു പക്ഷേ 2-3 മണിക്കൂർ മുമ്പ് ബാത്റൂം ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിച്ച വസ്തുക്കൾ തന്നെയാണ് അതെന്ന് വേണം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ.